നമസ്കാരം. ഭാര്യയെ കൊലപ്പെടുത്തി മൃതദേഹം കൊക്കയിൽ തള്ളിയ കേസിൽ സാം കെ ജോർജിന് കുരുക്കായി പിടിയിലാകുമ്പോൾ കൂടെയുണ്ടായിരുന്ന ഇറാനിയൻ യുവതിയുടെ മൊഴി. കൊലപാതകം നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം ഇറാനിയൻ യുവതിയുമായി സാം കാണക്കാരി രത്നഗിരിയിലെ വീട്ടിലെത്തിയിരുന്നു. ഈ സമയത്ത് സാമും ജെസ്സിയും മലയാളത്തിൽ വഴക്കിട്ടിരുന്നതായിട്ടാണ് ഇറാനിയൻ യുവതി പോലീസിന് മൊഴി നൽകിയത്. ഇതിന് പിന്നാലെയാണ് ജെസ്സിയെ കൊലപ്പെടുത്തിയതെന്നാണ് വിവരം. ഇറാനിയൻ യുവതി അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരുന്നു. സെപ്റ്റംബർ 26-നാണ് കാണക്കാരി സ്വദേശിനിയായ ജെസ്സി സാമിനെ ഉഴവൂർ അരീക്കര സ്വദേശിയായ ഭർത്താവ് സാം കെ ജോർജ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. ശേഷം മൃതദേഹം കാറിന്റെ ഡിക്കിയിലാക്കി ഇടുക്കി ഉടുമ്പന്നൂരിലെ റോഡരികിലെ കൊക്കയിൽ തള്ളുകയായിരുന്നു. തുടർന്ന് വൈറ്റിലയിലെത്തിയ ഈ പ്രതി ഇറാനിയൻ യുവതിക്കൊപ്പം ബസ്സിൽ മൈസൂരു വഴി ബംഗളൂരുവിലെത്തി. ഇവിടെ വെച്ചാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് പ്രതിയെയും കൂടെയുണ്ടായിരുന്ന ഇറാനിയൻ യുവതിയെയും കോട്ടയത്ത് എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് സാം ജോർജ് കൊലപാതക വിവരം വെളിപ്പെടുത്തിയത്. മൃതദേഹം ഉപേക്ഷിച്ച സ്ഥലവും ഇയാൾ പോലീസിന് വെളിപ്പെടുത്തുകയായിരുന്നു. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ സാമുമായി നടത്തിയ തെളിവെടുപ്പിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച കാറും മറ്റ് തെളിവുകളും കണ്ടെത്തിയിരുന്നു. കോട്ടയം ശാസ്ത്രി റോഡിലെ ഒരു ബാങ്കിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് സാം മൃതദേഹം കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറ് കണ്ടെത്തിയത്. കാറിനുള്ളിൽ നിന്ന് ഒരു വെട്ടുകത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സാം കെ ജോർജിന് മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ജെസ്സി ചോദ്യം ചെയ്തതും സ്വത്തുമായി ബന്ധപ്പെട്ട 2 കേസുകളിലെ വിധി പ്രതികൂലമാകുമെന്ന ഭയവുമാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് പോലീസിന്റെ നിഗമനം. കൊലപാതകത്തിന് 10 ദിവസം മുൻപ് സാം ഇടുക്കി ഉടുമ്പന്നൂർ ചെപ്പുകുളത്തെ വ്യൂ പോയിന്റിലെത്തി സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. പ്രതിയുടെ ഫോണിൽ നിന്ന് വ്യൂ പോയിന്റിന്റെ ഫോട്ടോകളും പോലീസ് കണ്ടെടുത്തു. ഒട്ടേറെ വിദേശ വനിതകളുമായി സാം ബന്ധം പുലർത്തിയിരുന്നു. കൊലപാതകത്തിന് പിന്നാലെ സാം ബംഗളൂരുവിലെത്തിയത് ഒരു ഇറാനിയൻ യുവതിക്കൊപ്പമാണെന്നും പോലീസ് വ്യക്തമാക്കി. ഈ യുവതിയാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ ഇവരെ ടെഹ്റാനിൽ പോയി കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും MG യൂണിവേഴ്സിറ്റിയിൽ യോഗ കോഴ്സിന് ചേരാൻ പറഞ്ഞതും സാം ജോർജ് ആയിരുന്നു. ഇവിടെ പഠിക്കാൻ സ്കോളർഷിപ്പ് ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞാണ് സാം കെ ജോർജ് ഇറാനിയൻ യുവതിയുമായി സൗഹൃദത്തിലായതെന്നും അവിവാഹിതനാണെന്നാണ് യുവതിയോട് പറഞ്ഞിരുന്നതെന്നും പോലീസ് വ്യക്തമാക്കി. MG സർവകലാശാല ക്യാമ്പസിൽ സാമിന്റെ സഹപാഠിയായ വിയറ്റ്നാം സ്വദേശിനി കാണക്കാരിയിൽ ഇവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നു. ഒരു ദിവസം ജെസ്സിയും സാമും തമ്മിൽ വഴക്കിട്ടതോടെ യുവതി അവിടെ നിന്ന് താമസം മാറ്റി. പിന്നീട് ഇവിടെ പെയിങ് ഗസ്റ്റായി എത്തിയ സാമിന്റെ സഹപാഠിയായ യുവാവാണ് സാം വിവാഹിതനാണെന്ന കാര്യം വിയറ്റ്നാം സ്വദേശിനിയെ അറിയിച്ചത്. വിയറ്റ്നാം യുവതി പിണങ്ങാൻ കാരണം ജെസ്സിയാണെന്ന ധാരണയിൽ സാം വഴക്കിട്ടിരുന്നു. വിയറ്റ്നാം യുവതി അകന്നതോടെയാണ് ഇറാനിയൻ യുവതിയെ ടെഹ്റാനിലെത്തി കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ജെസ്സിയുടെ വിദേശത്തുള്ള മക്കൾ അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് നാട്ടിലുള്ള കുടുംബ സുഹൃത്തുക്കളെ വിവരം അറിയിച്ചു. സെപ്റ്റംബർ 26-ന് വെള്ളിയാഴ്ചയാണ് ജെസ്സി അവസാനമായി മക്കളെ ഫോണിൽ വിളിച്ചത്. ഇതോടെയാണ് നാട്ടിലുള്ള കുടുംബ സുഹൃത്തിനെ ഇവർ വിവരം അറിയിച്ചത്. മമ്മിയെ കാണാനില്ലെന്നാണ് അവർ പറഞ്ഞത്. വെള്ളിയാഴ്ചയാണ് അവസാനം വിളിച്ചതെന്നും പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും പറഞ്ഞു. കുടുംബ സുഹൃത്തിന്റെ പരാതിയിൽ മിസ്സിംഗ് കേസായി അന്വേഷണം തുടങ്ങിയ കേസാണ് പിന്നീട് കൊലപാതകത്തിലേക്ക് എത്തിയത്. ജെസ്സിയും സാമും തമ്മിൽ പ്രശ്നമുള്ളത് അറിയാമായിരുന്നു. പക്ഷേ ഒരാൾ മറ്റൊരാളുടെ ജീവൻ എടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് കുടുംബ സുഹൃത്ത് പറഞ്ഞു. 1994-ലാണ് ജെസ്സിയും സാമും ബംഗളൂരുവിൽ വെച്ച് വിവാഹിതരായത്. ഏറെ നാൾ ഇരുവരും വിദേശത്തായിരുന്നു. പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി. സാമിന്റെ പരസ്ത്രീ ബന്ധത്തെ ചൊല്ലി ദമ്പതിമാർ തമ്മിൽ 15 വർഷത്തോളമായി അകൽച്ചയിലായിരുന്നു. കാണക്കാരിയിലെ വീട്ടിൽ 2 നിലകളിലായിട്ടാണ് ഇരുവരും താമസിച്ചിരുന്നത്. വീട്ടിൽ താമസിക്കുന്നതിനിടെ പല സ്ത്രീകളുമായി സാം ഇവിടെ എത്തിയിരുന്നു. ഇത് ജെസ്സി ചോദ്യം ചെയ്തതും പ്രതിയുടെ പകയ്ക്ക് കാരണമായെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ.